കനത്ത മഴയെ തുടർന്ന് ജൂലൈ 28 തിങ്കളാഴ്ച ദിവസം ഇന്നത്തെ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ശക്തമായിട്ടുള്ള കാറ്റും മഴയെ തുടർന്ന് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്നാണ്. വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം ഇതിനോടൊപ്പം തന്നെ വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴയുടെ അളവ് നേരിയ തോതിൽ കുറഞ്ഞെങ്കിലും ശക്തമായിട്ടുള്ള മഴയും കാറ്റും ഇടപെട്ട് ജില്ലകളിൽ തുടരുന്നുണ്ട്. കനത്ത മഴയെ തുടർന്ന് കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി പെയ്യുന്ന മഴയെ തുടർന്ന് കുട്ടനാട് താലൂക്കിലെ ജലനിരപ്പ് താഴ്ന്നിട്ടില്ലാത്തതിനാലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കുറഞ്ഞിട്ടില്ലാത്തതിനാലും കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് നാളെ ജൂലൈ 28 അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചതായിട്ടും കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്നാണ് കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റൊരു ജില്ല എന്ന് നോക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയാണ്. എന്നാൽ കോട്ടയം ജില്ലയിലെ മുഴുവൻ ജില്ലയ്ക്കല്ല, താലൂക്കിലാണ്. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി ഗവൺമെന്റ് മോഡൽ HSS, ചങ്ങനാശ്ശേരി പൂവം UPS എന്നീ സ്കൂളുകൾക്കാണ് തിങ്കളാഴ്ച ജൂലൈ 22 അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ ഇവയാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ രണ്ട് ജില്ലകൾക്ക് മാത്രമാണ്. ഈ രണ്ട് ജില്ലകളിലെ സ്കൂളുകൾക്ക് മാത്രമാണ്. കേരളത്തിൽ മഴയുടെ തോത് കുറഞ്ഞതുകൊണ്ട് തന്നെ ഇന്നിനി മഴ സംബന്ധിച്ചുള്ള അവധികൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. എങ്കിൽ പോലും ശക്തമായിട്ടുള്ള മഴ തുടർന്ന് വരും മണിക്കൂർ ഇനി അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇതൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ കളക്ടർമാരുടെ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ വരുന്നതിനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ എത്രത്തോളം മഴ ശക്തമാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾ ആകും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.